വെൽക്കം ബാക്ക് ടു മലയാളം ജർമ്മനി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ആക്ച്വലി ഒരു വീഡിയോ ഇടുന്നത്. ലൈക്ക് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അതേ പറഞ്ഞ പോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ കാരണം. സോ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇതേപോലെ ഇനി ഐ തിങ്ക് ഞാൻ വരാൻ പോകുന്ന വീക്സിലെല്ലാം ഒരു വീഡിയോ വെച്ച് അറ്റ്ലീസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ കുറച്ച് നാളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവാണ്. കാരണം കുറച്ചുകൂടെ എളുപ്പമാണ്, യൂട്യൂബ് പോലെയല്ല. സ്വന്തം ഫോണിൽ തന്നെ ഒരു വീഡിയോ എടുത്ത് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ആപ്പ് വഴി എഡിറ്റ് ചെയ്ത് എനിക്ക് ഇടാൻ പറ്റുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതുകൊണ്ട് തന്നെ എളുപ്പത്തിന് കുറച്ച് റീസെൻ്റ് ആയിട്ട് കുറച്ച് റീൽസ് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാം, മലയാളി ഇൻ ജർമ്മനി. ഫോർ മോർ റീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്നോട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. സോ അവിടെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ റീൽസൊക്കെ ഇടുന്നത്. ബട്ട് ഇന്ന് മുതൽ ഞാൻ യൂട്യൂബിലും കുറച്ച് വീഡിയോസ് ഇട്ട് തുടങ്ങുകയാണ്. ഐ ഹോപ്പ് എല്ലാ വീക്കും ഒരു വീഡിയോ എങ്കിലും വെച്ച് ഇടാൻ പറ്റുമെന്ന്. സോ ഇന്നൊരു ടോപ്പിക്ക് വേറെ ഒന്നുമല്ല, ജർമ്മനിയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിന്റ് എടുക്കും. സോ അഫ്കോഴ്സ് നമുക്കറിയാം വീട്ടിൽ പ്രിന്റർ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പ്രിന്റ് എടുക്കാം. പക്ഷേ വീട്ടിൽ പ്രിന്റർ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും സ്റ്റുഡൻസിന്? അപ്പോൾ കുറച്ച് എനിക്ക് അറിയാവുന്ന എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. സോ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി തന്നെയാണ്. യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈബ്രറി, ഇപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ ലൈബ്രറി കാർഡ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 3 to 5 cents ആണ് അവർ ചാർജ് ചെയ്യുന്നത്. പെർ പേജിന് A4 സൈസ് നമുക്ക് പ്രിന്റ് എടുക്കാം. ഇതേപോലെ തന്നെ പല യൂണിവേഴ്സിറ്റീസിലും ഇതേ സിമിലർ മെത്തേഡ്സ് ആയിരിക്കും. ഈ ലൈബ്രറിയിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും യൂണിവേഴ്സിറ്റിയുടെ അടിയിൽ നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ ഹൗസ് ബിൽഡിംഗ് അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും അതേപോലെ തന്നെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവും. സോ ഇതൊരു എളുപ്പമൊരു ഓപ്ഷനാണ്, കുറച്ച് ഭയങ്കര ചീപ്പാണ്, സ്റ്റുഡൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം ഞാനൊരു റീസെൻ്റ് ആയിട്ടൊരു റീൽ ഇട്ടിരുന്നു, നിങ്ങൾക്ക് വേണ്ടി ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ ഫോട്ടോ ബൂത്ത്സിനെ പറ്റി പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് പെട്ടെന്ന് വിസ എക്സ്റ്റൻഷൻ പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കും. ദാറ്റ് മീൻസ് ബയോമെട്രിക് ഫോട്ടോ, ദാറ്റ് മീൻസ് പാസ്പോർട്ട് അല്ലെങ്കിൽ വിസ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫോട്ടോ, അതെങ്ങനെ എടുക്കുന്ന വീഡിയോ പറയുന്നുണ്ട്. അതിൽ ഞാനൊരു കുറച്ച് ഫോട്ടോ ബൂത്ത്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പ്രിന്റിംഗ് സ്റ്റേഷൻസ് പല സ്റ്റോഴ്സിലും, ഡ്രഗ് സ്റ്റോഴ്സ് ആയിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റ്സ് ആയിക്കോട്ടെ, പല സ്റ്റോഴ്സിനും പേരുകളെല്ലാം പറയുന്നില്ല, നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ വഴി, ഏത് ഫോൺ ആയിക്കോട്ടെ, iOS ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് USB ഡ്രൈവ് എന്തെങ്കിലും ഏത് രീതിയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് ഡോക്യുമെന്റ്സ് പ്രിന്റ് ഔട്ട് എടുക്കാനോ എല്ലാം ഒരു ഓപ്ഷൻ ഉണ്ട്. അത് 10 സെന്റ് മുതലാണ് ഞങ്ങളുടെ സിറ്റി DM എന്ന് പറയുന്ന ഡ്രഗ് സ്റ്റോറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആക്ച്വലി ഒരു സ്റ്റുഡൻസ് അതൊരു ചീപ്പർ ഓപ്ഷനാണ്. നമുക്ക് കുറച്ച് 1, 2, 3 അല്ലെങ്കിൽ കുറച്ച് 10-12 ഫയൽസ് ഒക്കെ ഡോക്യുമെന്റ്സ് പേപ്പർ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഡയറക്റ്റ് പോയിട്ട് സെൽഫായിട്ട് ആരുടെയും സഹായം ഇല്ലാണ്ട് പ്രിന്റ് എടുക്കാം. അത് ക്യാഷ് കൗണ്ടറിൽ കൊടുത്ത് നിങ്ങൾക്ക് ആ പൈസ അടയ്ക്കാം, നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം. അത് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഈ ഒരു ഓപ്ഷൻ, വേറെ ഒന്നുമല്ല, അത് പ്രിന്റ് എടുക്കുമ്പോൾ കുറേ ഡോക്യുമെന്റ്സ് ഉണ്ട്. ഒരു 10 to 25 ഡോക്യുമെന്റ്സ് പ്രിന്റ് എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. വേറെ ഒന്നും കൊണ്ടല്ല, പ്രിന്റിങ് വളരെ വളരെ ശോകമാണ്, പതുക്കെയാണ് പ്രിന്റ് ചെയ്യുന്നത്. സോ ഇതിനേക്കാളും ബെറ്റർ നമുക്കൊരു സ്വന്തം വീട്ടിലൊരു പ്രിന്റർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പ്രിന്റർ ഇല്ലാത്തൊരു ഓപ്ഷൻസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. പ്രിന്റർ ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ പറയുന്നത്, അത് എല്ലാവർക്കും അറിയാവുന്നില്ല, നാട്ടിലൊക്കെ നമുക്ക് എന്താ പറയുക, എല്ലാ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റിങ് എടുക്കാൻ പറ്റും. അതേപോലെ ഇവിടെ സ്റ്റോഴ്സ് ഉണ്ടാവും. ഇപ്പം ഞങ്ങളുടെ സിറ്റിയിൽ ഒരു സ്റ്റോർ ഉണ്ട്, അത് ഇന്ന് ക്ലോസ്ഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെയാണ്. അപ്പോൾ അത് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇന്ന് കാണിക്കുന്നില്ല. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രിന്റ് എടുക്കാം. കുറച്ച് ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും, എന്നാലും സ്റ്റിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് കുറേ ഡോക്യുമെന്റ്സ് പ്രിന്റ് എടുക്കാം. സോ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് അറിയാവുന്ന കുറച്ച് മെയിൻ പ്രിന്റിംഗ് ഓപ്ഷൻസ് നമുക്ക് ഡോക്യുമെന്റ്സ് പ്രിന്റിംഗ് ഒക്കെ ചെയ്യാനായിട്ടുള്ളത്. ഇതിന് മുകളിലോട്ട് നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ജർമ്മനി താമസിക്കുന്നവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് താഴെ വന്ന് കമന്റ് അടിക്കുക. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന്, ഇനിയും ഇതേപോലത്തെ വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം കുറേ നാളായിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കുറച്ച് പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം കുറച്ച് ഇട്ട് തുടങ്ങി, ഇപ്പോൾ യൂട്യൂബിലോട്ട് ട്രാക്ക് കൂടുതലോട്ട് ആക്കി തുടങ്ങുന്നു. ഈ വീക്കിലൊരു ഫസ്റ്റ് വീഡിയോ ആണ്. സോ ഐ ഹോപ്പ് നിങ്ങൾ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യും. ഐ എം റിയലി ഹാപ്പി. 10,000 സബ്സ്ക്രൈബേഴ്സ് അടിച്ചതിന്. ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല, എന്നിട്ട് പോലും നിങ്ങൾ ആ വീഡിയോസ് കണ്ട് പലരും സപ്പോർട്ട് ചെയ്ത് എനിക്കൊരു 10,000 സബ്സ്ക്രൈബേഴ്സ് എത്തിച്ചതിന് ഐ എം വെരി ഹാപ്പി. ഇതിനും പറയാനൊന്നുമില്ല, ബിക്കോസ് എൻ്റെ ഫസ്റ്റ് എയിം എന്ന് പറയുന്ന ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. പിന്നെ അത് കൂടി 10,000 എത്തി. ബട്ട് ഐ എം സാഡ്, എനിക്ക് കുറേ വീഡിയോസ് ഇടാൻ പറ്റിയില്ല ആ സമയങ്ങളിൽ. എന്നാൽ ഇനി മുതൽ എല്ലാ വീക്കിലും പറ്റുന്ന അത്രയും ട്രൈ ചെയ്ത് ഒരു വീഡിയോ എങ്കിലും മിനിമം ഇടാൻ ഞാൻ ശ്രമിക്കും. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഐക്കൺ പ്രസ് ചെയ്യുക. ലൈക്ക്, കമന്റ്, ഷെയർ. എന്തെങ്കിലും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തത് കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റും അടിക്കാം. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. ടിൽ നെക്സ്റ്റ് ടൈം, താങ്ക്സ് ഫോർ വാച്ചിങ് യുവർ മലയാളം ചാനൽ.